ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമത്തിനിരയാക്കപ്പെട്ട പെൺകുട്ടിയെ ബസ് ജീവനക്കാർ വഴിയിലിറക്കി വിട്ടെന്ന പരാതി. പെൺകുട്ടിയെ കടന്നുപിടിച്ചയാളെ രക്ഷപ്പെടാനും സഹായിച്ചത്രേ. ബസ് പിന്നീട് നാട്ടുകാർ തടഞ്ഞിട്ടു. പോലീസ് എത്തിയിട്ടും അന്വേഷണത്തിന് മുതിരാതെ കൈയൊഴിയാൻ ശ്രമിച്ചെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. വളാഞ്ചേരിയിൽ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയാണ് സംഭവം. കോട്ടക്കലിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് വരികയായിരുന്ന ദോസ്ത് എന്ന സ്വകാര്യ ബസ്സിലാണ് 15-കാരി ലൈംഗികാതിക്രമത്തിനിരയായത്. സഹപാഠികളെല്ലാം അതാത് സ്റ്റോപ്പുകളിൽ ഇറങ്ങിയ ശേഷം ഒറ്റയ്ക്കായ പെൺകുട്ടിയെ പിന്നിൽ നിന്ന് ഒരാൾ കയറിപ്പിടിച്ചു. ഇക്കാര്യം പെൺകുട്ടി ബസ് ജീവനക്കാരോട് കരഞ്ഞു പറഞ്ഞു. പക്ഷേ ഇതൊന്നും കേൾക്കാൻ ബസ് ജീവനക്കാർ തയ്യാറായില്ല. ബസ് സ്റ്റാൻഡ് എത്തുന്നതിന് മുൻപുള്ള റിലയൻസ് പെട്രോൾ പമ്പിന് മുൻപിൽ പെൺകുട്ടിയെ ഇറക്കിവിട്ടു. 15-കാരിയെ കടന്നുപിടിച്ച ആളുമായി സ്റ്റാൻഡിലേക്ക് പോയ ബസ് ജീവനക്കാർ ഇയാളെ സ്റ്റാൻഡിലിറങ്ങി രക്ഷപ്പെടാൻ സഹായിക്കുകയും ചെയ്തെന്നാണ് പരാതി. തുടർന്നാണ് നാട്ടുകാർ ഈ വിഷയത്തിൽ ഇടപെട്ടത്. വഴിയിൽ കരഞ്ഞുകൊണ്ടു നിന്ന പെൺകുട്ടി നാട്ടുകാരോട് വിവരമറിയിച്ചു. വളാഞ്ചേരിയിൽ നിന്ന് തിരിച്ചുവരികയായിരുന്ന ദോസ്ത് ബസ് നാട്ടുകാർ തടഞ്ഞു. നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് പോലീസും സ്ഥലത്തെത്തി. എന്നാൽ കാര്യമായൊരു അന്വേഷണത്തിന് പോലും പോലീസ് മുതിർന്നില്ലെന്ന പരാതിയുണ്ട്. പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയെന്ന് പറഞ്ഞ് വേഗത്തിൽ നടപടി അവസാനിപ്പിക്കാനാണ് പോലീസ് ശ്രമിച്ചതെന്നാണ് ആക്ഷേപം. കോട്ടയ്ക്കൽ ചങ്കുവെട്ടിയിൽ നിന്നാണ് വിദ്യാർത്ഥിനി സഹപാഠികൾക്കൊപ്പം ബസ്സിൽ കയറിയത്. തുടർന്ന് വളാഞ്ചേരി യാറമാളിന് സമീപം സുഹൃത്തുക്കളെല്ലാം ഇറങ്ങി. പിന്നാലെയായിരുന്നു അതിക്രമം. പ്രതിയെ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ഇറക്കിവിട്ടെന്നും ബസ് യാത്രക്കാർ പറഞ്ഞു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ഇത്തരത്തിലൊരു അതിക്രമം ഉണ്ടായിട്ടും ആ പ്രതിയെ കയ്യിൽ കിട്ടിയിട്ടും സ്വന്തം താല്പര്യം നോക്കിയ ബസ് ജീവനക്കാർക്കെതിരെ നാട്ടുകാർ പ്രതിഷേധിക്കുകയും ചെയ്തു. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.